ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്ലൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈസി പുഡിംഗ് കൂടിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങൾ ബ്രെഡും പാലുമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 8 ബ്രെഡാണ്. അതുപോലെ തന്നെ 2 കപ്പ് പാലുമാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ബ്രെഡിൻ്റെ അരിവൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് എടുക്കണം. അതുപോലെ തന്നെ പാലും ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ബ്രെഡ് സൈഡൊക്കെ ഒന്ന് കണ്ടിച്ചെടുക്കാം. 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്കിങ്ങനെ അരിവ് മുറിച്ചിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ബ്രെഡെല്ലാം അരിവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇട്ട ശേഷം മധുരം ഇനിയും വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് കുറച്ച് പാലും പഞ്ചസാര ഇട്ട ശേഷം കുറച്ച് പാലും നമുക്കൊരു ബൗളിലേക്കാക്കി മാറ്റി വെക്കണം. ഇനി 1.5 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ കോൺഫ്ലോർ മിക്സ് ഒഴിക്കുന്നത് നമ്മുടെ ചൈന ഗ്രാസ് ഒന്നും ആഡ് ചെയ്യാത്ത കാരണം നമ്മുടെ പാലൊന്ന് കുറുകി വരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കട്ട പിടിക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, പാല് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് നേരം കൂടി ഒന്ന് കുറുക്കിയെടുക്കണം. ഈ ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലതുപോലെ മിൽക്ക് മെയ്ഡ് ഒന്ന് ഇളക്കി പാലിൻ്റെ മിക്സിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ആപ്പിളാണ്. ഒരു ആപ്പിള് തൊലിയൊക്കെ കളഞ്ഞ് 2ആയിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ആപ്പിൾ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആപ്പിളാണെന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു പുഡിംഗ് ട്രേ എടുത്ത് അതിലേക്ക് ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ബ്രെഡ് ഓരോ പീസ് പിറക്കി അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. 4 പീസ് ബ്രെഡാണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഒരു ലെയറായിട്ട് നമുക്ക് ആദ്യം അടിയിൽ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ അത് ഒന്നുകൂടി തിരിച്ച് വെച്ച് കൊടുക്കുക. ബ്രെഡ് ഇത് ഒരു സൈഡ് പാൽ മിക്സ് പാല് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ, അത് അതിലേക്ക് പിടിച്ച ശേഷം ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടി പാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബ്രെഡ് ഒന്ന് കുതിരാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഓപ്ഷനിലാണ്, നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വിപ്പിംഗ് ക്രീം ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അതിന് വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ അതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ബ്രെഡിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. സൈഡിലൊക്കെ ഗ്യാപ്പുള്ളിടത്തൊക്കെ ഒഴിച്ച് ഫില്ല് ചെയ്യുക. അപ്പം ഞാനിത് ഒഴിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആപ്പിളിൻ്റെ പീസ് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും, മാങ്ങയാണെങ്കിലും ഏത്തയ്ക്കാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ബ്ലാക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അതുകൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ബാക്കിയുള്ള ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. അത് ഒരു ലെയറായിട്ട് 4 ബ്രെഡ് ഉള്ളെങ്കിൽ ഒരു ലെയറായിട്ടും ചെയ്തെടുക്കാം. മേളിൽ ഈ മിക്സ് ഒഴിച്ച് ഫില്ല് ചെയ്താൽ മതി. ഇപ്പം ഞാൻ 8 ബ്രെഡ് എടുത്തേക്കുന്നതിനെ കൊണ്ട് ഒരു രണ്ടാമത്തെ ലെയർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം തേച്ച ശേഷം നമ്മുടെ ആ പാലിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ മിക്സ് മുഴുവനും ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലെയറൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ആപ്പിൾ കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മുഴുവൻ ആപ്പിളും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. ബാക്കി കുറച്ച് ചോക്ലേറ്റ് കൂടി മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയും. പിന്നെ ചോക്ലേറ്റിൻ്റെയും കൂടെ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിലെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6 മണിക്കൂറോളം ഫ്രിഡ്ജ് വെച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജ് വെച്ച് എല്ലാം സെറ്റായി എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. പുഡിങ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മധുരമുള്ള ഐറ്റംസൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന്, ഈ ബ്രെഡ് ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ഇത് റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.